കഥയുടെ തുടക്കത്തിൽ ഒരു വലിയ ടൈറ്റൻ താഴെ വന്ന് വീഴാണ്. എല്ലാ ആൾക്കാരും കൂടെ അങ്ങോട്ട് ഓടി വന്ന് കൂടുന്നുണ്ട്. മിക്കാസയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ടൈറ്റന്റെ മുതുകത്തോട്ട് ചാടി കയറിയിട്ട് അതിന്റെ പിന്നിലായിട്ട് വാള് വെച്ച് വലിയൊരു ദൂരം ഉണ്ടാക്കാണ്. ആ ദൂരത്തിലൂടെ എന്തോ ഒരു സാധനം പുറത്തോട്ട് വന്ന് വീഴുന്നുണ്ട്. അത് മറ്റൊന്നല്ല, നമ്മുടെ ഈറൻ തന്നെയാണ്. ഈറൻ എങ്ങനെ ആ ടൈറ്റന്റെ ഉള്ളിൽ വന്ന് പെട്ടു, പക്ഷെ ഇവർക്കാർക്കും അറിയത്തില്ല ഈറൻ എങ്ങനെയാണ് ആ ടൈറ്റന്റെ ഉള്ളിൽ വന്നതെന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്യാപ്റ്റൻ മുകളിൽ നിൽപ്പുണ്ട്. അയാൾക്കും ഇതിലെന്തോ പങ്കുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതുവരെയല്ലേ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ടു നിർത്തിയത്. ഇനി കാണാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോയാലോ? വീണ്ടും കഥയിലോട്ട് തിരിച്ചു വന്നാൽ എറന്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത്. എറനെ കുട്ടിക്കാലത്ത് അവന്റെ അച്ഛൻ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുമായിരുന്നു. അതായത് അവന്റെ ദേഹത്ത് പെട്ടെന്ന് തന്നെ മുറിവുകളൊക്കെ ഉണങ്ങുമായിരുന്നു. അപ്പൊ അതറിയാനായിട്ട് അച്ഛൻ എന്തൊക്കെയോ കുത്തി വെച്ച് എക്സ്പെരിമെന്റ് നടത്തുമായിരുന്നു. ഇത് കണ്ടിട്ടായിരിക്കും എറന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. അമ്മ വന്നിട്ട് അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കും. കൂടെ തന്നെ വേറൊരാളും കൂടെ ഉണ്ട്. അയാളെ നിങ്ങൾക്ക് മനസ്സിലായോ? അയാൾ മറ്റാരുമല്ല, നമ്മുടെ ജനറലാണ്. ഇപ്പൊ ഇവരെല്ലാരും കൂടെ അവിടെ നിൽക്കുമ്പോഴായിരിക്കും ഇവര് നിൽക്കുന്ന റൂമിന്റെ പുറത്ത് ആരോ വന്ന് കൊട്ടുക. പെട്ടെന്ന് തന്നെ എല്ലാരും കൂടെ പേടിച്ചിട്ട് ജനറലിനെ അവിടെ തന്നെ ഒളിപ്പിക്കും. കൂടെ തന്നെ എറനെ ഒളിപ്പിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒളിച്ചു കഴിഞ്ഞതും അങ്ങോട്ട് ഡോറും തുറന്ന് പട്ടാളക്കാർ കയറി വരുന്നുണ്ട്. ആ പട്ടാളക്കാരുടെ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം നല്ല വലിയ പദവിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾക്ക് നമുക്ക് മാർഷൽ എന്ന് പേര് കൊടുക്കാം. അയാൾ വന്നിട്ട് എറന്റെ അച്ഛനെ അമ്മയും പിടിക്കുന്നുണ്ട്. എറന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സയന്റിസ്റ്റ് ആണ്. എപ്പോഴും ബുക്ക് നോക്കി ഓരോ കാര്യങ്ങൾ പഠിക്കും. അത് ഈ മാർഷലിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ബുക്കെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് എറന്റെ അമ്മേനെ അച്ഛനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. ഈ കാര്യങ്ങളെല്ലാം ജനറലും അതുപോലെ തന്നെ എറനും അവിടെ ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്. എന്നാൽ എറനെ കരയാനായിട്ട് ജനറൽ സമ്മതിക്കാതെ തന്നെ വാ പൊത്തി പിടിക്കുകയാണ്. എറന്റെ ശബ്ദം കേട്ടാൽ ബാക്കിയുള്ള പട്ടാളക്കാർ ഇവരിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കും. ഇവരുടെ ജീവിതവും തീരുമാനവും. അതുകൊണ്ടാണ് ജനറൽ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഇപ്പൊ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ എറൻ കണ്ണ് തുറക്കുകയാണ്. എറൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവനെ എല്ലാ പട്ടാളക്കാരും കൂടെ പിടിച്ച് കെട്ടിവെച്ചേക്കാണ്. നേരത്തെ അവൻ ടൈറ്റൻ ആയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇനി ടൈറ്റൻ ആയിട്ട് അവരെ വല്ല ഉപദ്രവിച്ചാലോ ആ പേടിയിലാണ് അവനെ പിടിച്ച് കെട്ടിവെച്ചേക്കുന്നത്. എന്നാൽ അവൻ ടൈറ്റനായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഉപദ്രവിച്ചൊന്നുമില്ല. പകരം ബാക്കിയുള്ള ടൈറ്റൻസിനോട് യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അതുപോലും കണക്കാക്കാതെ അവിടെ തന്നെ ആ മാർഷൽ നിൽപ്പുണ്ട്. അയാൾ എറനെ കൊന്നു കളയാനായിട്ട് പറയാണ്. ഈ മാർഷൽ എന്ന് പറഞ്ഞാൽ പണ്ട് എറന്റെ അച്ഛനെയും അമ്മേനെയും പിടിച്ചോണ്ട് പോയ ആ സെയിം മാർഷൽ തന്നെയാണ്. ഇപ്പൊ എറനെയും ആ മാർഷൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. എറനെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട്. കൂട്ടുകാരൻ എറനെ കൊല്ലാതിരിക്കാനായിട്ട് എതിർക്കുകയാണ്. അവനെ കൊല്ലാനായിട്ട് പറ്റത്തില്ല, അവനാണ് നമ്മളെ ടൈറ്റനിൽ നിന്ന് രക്ഷിച്ചെന്ന് പറയുമ്പോൾ ഈ ഒരു മാർഷൽ കേൾക്കത്തില്ല. അയാളാണെങ്കിൽ ബാക്കിയുള്ള പട്ടാളക്കാരോട് എറനെ കൊല്ലാനായിട്ട് പറയാണ്. നമ്മുടെ മിക്കാസയാണെങ്കിൽ എറൻ എന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ട് അവളുടെ കയ്യിലുള്ള വാളെടുക്കുന്നുണ്ട് ഇവർക്ക് നേരെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട്. എന്നാൽ മാർഷൽ അത് മൈൻഡ് ആക്കുന്നില്ല. കാരണം ഒരുപാടധികം ആൾക്കാരുണ്ട്. ഇപ്പൊ ക്യാപ്റ്റൻ എവിടെ പോയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് കാണാം. അങ്ങേരെ ഈ മാർഷൽ ആണെങ്കിൽ ബാക്കിയുള്ള മനുഷ്യരോട് വിവരം പറയാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു യുദ്ധം നടന്നു, അതുകൊണ്ട് തന്നെ മതില് വീണ്ടും പുനർനിർമ്മിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ബാക്കിയുള്ള മനുഷ്യർ അവശേഷിക്കുന്ന സ്ഥലത്തോട്ട് ക്യാപ്റ്റനെ മാർഷൽ പറഞ്ഞു വിട്ടു. ഇപ്പൊ നമ്മുടെ എറനെ കൊല്ലാനായിട്ട് പോകുമ്പോൾ അങ്ങോട്ട് നമ്മുടെ ജനറൽ വരികയാണ്. ജനറൽ വന്നിട്ട് മാർഷലിനോട് നമ്മുടെ എറനെ കൊല്ലല്ലേ എന്ന് പറയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ബോസ് ലേഡി അങ്ങോട്ട് വരികയാണ്. പക്ഷെ ഇവരാരും പറയുന്നത് ഈ മാർഷൽ കേൾക്കത്തില്ല. മാർഷൽ പെട്ടെന്ന് തന്നെ കൂടെ നിന്നൊരു പട്ടാളക്കാരന്റെ തോക്ക് കൺട്രോളിൽ എടുത്തിട്ട് ജനറലിന് നേരെ ഷൂട്ട് ചെയ്യാണ്. ജനറൽ വെടികൊണ്ട് താഴെ വീഴുന്നുണ്ട്. അങ്ങേര് എന്തായാലും മരണപ്പെടും. ഇത് കാണുന്ന എറൻ ഒട്ടും സഹിക്കുന്നില്ല. അതുപോലെ തന്നെ എറന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ, അതുപോലെ തന്നെ അവൻ പല്ലിടിച്ച് കുഴിച്ച ആ ഒരു വെകിളിയില്ലേ, അവരെല്ലാരും ഉണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ കൊല്ലാനായിട്ട് മാർഷലും പട്ടാളക്കാരും കൂടെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ടൈറ്റൻ അങ്ങോട്ട് വരുന്നത്. ടൈറ്റൻ വന്നതും അവിടെയുള്ള പാളികളൊക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഈ ടൈറ്റന്റെ വെയിറ്റ് കാരണം ഇത് സാധാരണ ടൈറ്റൻ അല്ല, നമ്മുടെ എറനെ പോലെ ഏതോ ഒരു ടൈറ്റൻ ആണ്. ഈ ടൈറ്റന് നേരെ ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ടൈറ്റൻ അതൊന്നും ഏൽക്കുന്നില്ല. അതുമല്ല ആ പാളി പൊളിഞ്ഞു വീണ നേരത്ത് ക്യാപ്റ്റൻ അതിന്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്. മരണപ്പെട്ടോന്ന് അറിയാൻ പാടില്ല, പക്ഷെ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പം വന്ന ടൈറ്റൻ ആണെങ്കിൽ കുറെ അധികം പട്ടാളക്കാരെ കൊന്നതിന് ശേഷം നമ്മുടെ എറനെ കയ്യിലെടുക്കുന്നുണ്ട്. എറനെ കയ്യിലെടുത്തിട്ട് ബാക്കിയുള്ള എറന്റെ കൂട്ടുകാരെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ മിക്കാസ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. മിക്കാസ് അങ്ങനെ നിന്നതും ആ ടൈറ്റൻ എന്തോ മനസ്സ് മാറിയിട്ട് എറനെയും കൊണ്ട് അവിടെ നിന്ന് ചാടി പുറത്തോട്ടിറങ്ങി രക്ഷപ്പെട്ടു പോവാണ്. ഇതിനുശേഷം ഇവരെല്ലാരും മുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനറലിന്റെ ബോഡി അടക്കം ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഇവർക്കൊരു പ്ലാൻ ഉണ്ട്. എറനെ എങ്ങോട്ടാണ് ആ ടൈറ്റൻ പിടിച്ചുകൊണ്ട് പോയെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ ബാക്കിയുള്ള ടൈറ്റൻസ് മതിലിനുള്ളിൽ കയറാതിരിക്കണമെങ്കിൽ ആ മതിൽ വീണ്ടും പുനർനിർമ്മിക്കണം. അങ്ങനെ പുനർനിർമ്മിക്കാനായിട്ട് അവരെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല. അത്രയും വലിയ മതിലിന്റെ മുകളിൽ ബോംബ് വെച്ച് തകർക്കുവാണെങ്കിൽ ആ ഒരു മതിൽ പൊളിഞ്ഞ് താഴോട്ട് വീഴും. അങ്ങനെ വീഴുവാണെങ്കിൽ ബാക്കി അവശേഷിക്കുന്ന ടൈറ്റൻസിന് ആ മതിലിലൂടെ ഉള്ളിലോട്ട് കയറാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അത് ബോംബ് വെച്ച് തകർക്കാനായിട്ടാണ് ഇവരുടെ പ്ലാൻ. ആ മതില് ബോംബ് വെച്ച് തകർക്കാനായിട്ടാണ് ഇവരുടെ പ്ലാൻ. പക്ഷെ ഇവരുടെ കയ്യിൽ ബോംബില്ല. ബോംബുള്ള വണ്ടിയല്ലേ നേരത്തെ ആരോ അടിച്ചോണ്ട് പോയത്. അടിച്ചോണ്ട് പോവുക മാത്രമല്ല അത് പൊട്ടിത്തെറിച്ച് നശിച്ചു പോയത്. എന്നാൽ ഇവർക്ക് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മിസൈൽ കിടപ്പുണ്ട്. ആദ്യം എറൻ ഒരു മിസൈലിന്റെ മുകളിൽ കയറി നിന്നില്ലേ, ആ മിസൈൽ തന്നെ. അപ്പൊ അത് ഇവരെല്ലാരും കൂടെ റെഡിയാകുന്നുണ്ട്. എന്നാൽ വെകിളി മാത്രം റെഡിയാവുന്നില്ല. എനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിൽ
കാത്തിരിക്കാനായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വെഗ്ലിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവനെ സമ്മതിപ്പിക്കുകയാണ്. പിന്നീട് ഇവരെല്ലാരും കൂടെ വണ്ടിയിൽ കയറി പോകുകയാണ്. കൂടെ തന്നെ മിക്കാസയുണ്ട്. മിക്കാസയ്ക്കും ജനങ്ങളെ രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ അവൾക്ക് എന്താണ് പറ്റിയെന്ന് അറിയത്തില്ല. ഈ 2 വർഷത്തിന് ശേഷം അവളുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാടധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും അവൾക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട്. ഇറനെ ഒരു ടൈറ്റൻ പിടിച്ചോണ്ട് പോയതല്ലേ. അങ്ങനെ അവരെല്ലാരും കൂടെ വണ്ടി എടുത്തിട്ട് യാത്ര തിരിക്കുകയാണ്. ആ മിസൈൽ എടുത്തിട്ട് ആ മിസൈലും കൊണ്ട് മതിൽ നിന്ന് നേരെ പോകാനായിട്ട്. കട്ട് ചെയ്താൽ ഇറനെ കാണിക്കുന്ന നേരത്ത് ഇറൻ ഏതോ ഒരു റൂമിൽ കണ്ണ് തുറന്നിട്ടുണ്ട്. ഒരു പ്രത്യേകതരം റൂമിലാണ് അവൻ കണ്ണ് തുറന്നിരിക്കുന്നത്. അവൻ ജനിച്ചിട്ട് ഇതുവരെ അങ്ങനെ ഒരു റൂം കണ്ടിട്ടില്ല. അവൻ പതി എണീറ്റ് നോക്കുമ്പോൾ അവന്റെ പിറകിൽ നിന്ന് ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തോ ഒരു മെഷീനിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. അത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും പിറകിൽ നിന്ന് ക്യാപ്റ്റൻ വരുന്നത്. മിക്കാസയ്ക്ക് ആപ്പിൾ കൊടുത്തില്ലേ, ആ ക്യാപ്റ്റൻ തന്നെ. ആ ക്യാപ്റ്റൻ വന്നിട്ട് നമ്മുടെ ഇറനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇറനെ ആ ടൈറ്റൻ പിടിച്ചോണ്ട് പോയ നേരത്ത് ആ ടൈറ്റനെ കൊന്നിട്ട് ഇറനെ രക്ഷിച്ചോണ്ട് വന്നത് ക്യാപ്റ്റനാണെന്ന് പറയും. ഇത് നമ്മുടെ ഇറനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ക്യാപ്റ്റൻ കള്ളം പറഞ്ഞതാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ഈ ക്യാപ്റ്റൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ടൈറ്റൻസ് എവിടെ നിന്നാ വന്നതെന്നറിയാമോ? ഈ ടൈറ്റൻസ് സാധാരണ മനുഷ്യരായിരുന്നു. എന്നാൽ ഗവൺമെന്റ് അവരുടെ മേൽ കുറെ അധികം എക്സ്പെരിമെന്റ് നടത്തി. അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തി അത് ഫെയിലായിട്ട് ഇവരുടെ സെല്ല് വീണ്ടും കൺട്രോൾ വിട്ട് ജനറേറ്റ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ ആയതും ഇവർ ഒരുപാട് ശരീര വലിപ്പം വെക്കാനായിട്ട് തുടങ്ങി ടൈറ്റൻസ് ആയിട്ട് മാറി. ആ ടൈറ്റൻസ് ആണ് ഇപ്പൊ അവർ ആക്രമിക്കുന്നത്. ഇതിന്റെ എല്ലാം പിറകിൽ ഗവൺമെന്റ് ആണ്. ഇപ്പൊ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ബാക്കിയുള്ള ടൈറ്റൻസിനെ എല്ലാം കൊല്ലണം. അപ്പൊ അതിനായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ചാലോ എന്ന് ക്യാപ്റ്റൻ ചോദിക്കും. ഇറനും അതിന് സമ്മതിക്കുകയാണ്. ഇറനും ക്യാപ്റ്റനും കൂടെ ഒരുമിച്ച് ചേർന്ന് ബാക്കിയുള്ള എല്ലാ ടൈറ്റൻസിനെയും കൊന്നിട്ട് അവിടെ താമസിക്കുന്ന എല്ലാ ജനങ്ങളെ രക്ഷിക്കാനായിട്ടാണ് പ്ലാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വൈൻ കുടിച്ച് സമ്മതിക്കുകയാണ്. അതേപോലെ നമ്മുടെ ക്യാപ്റ്റൻ അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല. അയാൾക്ക് ടൈറ്റൻസിനെ കൊല്ലണമെന്ന് ആഗ്രഹമായിരുന്നു. എന്തായാലും ഇതിന്റെ ഇടയിൽ മിക്കാസ വന്നത് കൊണ്ടാണ് നമ്മുടെ ഇറനോട് അയാൾ മോശമായിട്ടൊക്കെ പെരുമാറിയത്. വീണ്ടും മിക്കാസനെയും ബാക്കിയുള്ളവരെയും കാണിക്കുകയാണെങ്കിൽ അവർ വണ്ടിയിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേ നേരം തന്നെ കൂട്ടുകാരി വന്നിട്ട് മിക്കാസയോട് ചെറുതായിട്ട് മിണ്ടുന്നുണ്ട്. മിക്കാസയായിട്ട് കമ്പനി ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല, അതായത് നമ്മുടെ കൂട്ടുകാരനും കൂട്ടുകാരിയും അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും നല്ല കൂട്ടായിട്ടുണ്ട്. ഇപ്പൊ കപ്പിൾസിനെ പോലെയാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ബോണ്ട് അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെഗ്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവനൊരു പാവപ്പെട്ട മനുഷ്യനാണ്. അവന്റെ വീട്ടുകാരൊന്നും ശരിയല്ലായിരുന്നു. അവന്റെ അച്ഛനാണെങ്കിൽ അവനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മിലിറ്ററിയിലോട്ട് പറഞ്ഞയച്ചു. അവന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു മിലിറ്ററിയിലോട്ട് വരാനായിട്ട്. എന്നാൽ അച്ഛൻ പറഞ്ഞയച്ച ദേഷ്യത്തിലാണ് അവൻ എല്ലാവരോടും അങ്ങനെ പെരുമാറിയത്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. കൂടുള്ള വേറൊരു മനുഷ്യനുമായിട്ട് പറഞ്ഞിട്ടാണ് സങ്കടപ്പെടുന്നത്. അയാളെ നമുക്ക് ഗുണ്ടപ്പൻ എന്ന് വിളിക്കാം. അയാൾ അത്യാവശ്യം ഒരു ഗുണ്ട സ്വഭാവമുള്ള മനുഷ്യനാണ്. വീണ്ടും നമ്മുടെ ഇറനെ കാണിക്കുകയാണെങ്കിൽ ഇറനും ക്യാപ്റ്റനും കൂടെ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ ക്യാപ്റ്റൻ അവിടെ തന്നെ കുറച്ചധികം പടകളുണ്ട്. ഒരു മിലിറ്ററി ഗ്രൂപ്പ്. അവരുടെ തോക്കും ആയുധങ്ങളും അതുപോലെ തന്നെ ബോംബും മിസൈലും എല്ലാം ഉണ്ട്. ഇവർ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്. പക്ഷേ ലോകം നശിച്ചത് കൊണ്ടാണ് ആ കണ്ടീഷനിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തോക്കൊക്കെ ഇവർക്ക് അത്ഭുതമാണ്. കുറെ നാൾക്ക് ശേഷമല്ലേ തോക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുക. ഇപ്പൊ ഇവരെല്ലാരും റെഡി ആവുകയാണ് ടൈറ്റൻസിനെ ആക്രമിക്കാനായിട്ട് പോവാനായിട്ട്. ഇതേ നേരം തന്നെ മിക്കാസിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെയും കാണിക്കുകയാണെങ്കിൽ അവരെല്ലാരും കൂടെ ട്രക്കും കൊണ്ട് മിസൈലുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. പണ്ട് ഇറങ്ങി നിന്ന അതേ സ്ഥലത്ത് തന്നെ അവിടെ വന്നിട്ട് ആ ഒരു മിസൈൽ ട്രക്കിൽ കയറ്റാണ്. ആ ട്രക്ക് എടുത്തിട്ട് എല്ലാരും കൂടെ അവിടെ നിന്ന് മതിലിന് നേരെ യാത്ര തിരിക്കും. അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന നേരത്തായിരിക്കും ഇവർ ഓപ്പോസിറ്റ് വേറൊരു വണ്ടി വരുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ കൂട്ടുകാരൻ വണ്ടി ചവിട്ടി നിർത്താണ്. കാരണം അവനാണ് വണ്ടി ഓടിക്കുന്നത്. ഇവരെല്ലാരും കൂടെ വണ്ടിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ കുറച്ച് സോൾജേഴ്സും പിന്നെ നമ്മുടെ ഇറനുമാണ്. ബോസ് ലേഡിക്ക് ഇവരെ കാണുമ്പോഴാണ് സന്തോഷമാവുന്നത്. ആ ട്രക്ക് നിറച്ച് ബോംബുകളാണ്. അതുമല്ല വേറെ കുറെ തോക്കുകളും ഉണ്ട്. ഈ ബോസ് ലേഡി തോക്കൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ സന്തോഷത്തിൽ ആ വണ്ടിയിലൊക്കെ പോയി നോക്കിയിട്ട് വണ്ടിയുടെ ഉള്ളിലോട്ട് ചെന്ന് മറിഞ്ഞു വീഴും. ആ ഒരു എക്സൈറ്റ്മെന്റിൽ മറിഞ്ഞു വീണതാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു ആപ്പിൾ കടിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരിക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ അത് ക്യാച്ചും പിടിക്കുന്നുണ്ട്. ഇയാൾക്ക് ഈ ആപ്പിളിന്റെ കാര്യം ഇതുവരെ മാറിയിട്ടില്ല. അതൊരു വൃത്തികെട്ട സ്വഭാവമാണ്. കടിച്ച ആപ്പിൾ ഒരാൾക്ക് കൊടുക്കുന്നത്. അതിപ്പോ കാമുകിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ കൂട്ടുകാരന്റെ പെൺകുട്ടിയല്ലേ, അത് മോശമല്ലേ? എന്തായാലും ഇയാൾ വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് പ്ലാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അതായത് ഇയാളുടെ പ്ലാൻ മറ്റൊന്നുമല്ല, വലിയ മതിലിനുള്ളില് വേറൊരു ചെറിയ മതിലില്ലേ, ആ മതിൽ ബോംബ് വെച്ച് തകർക്കണം. ഇത് കേട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാരും ഞെട്ടിപ്പോവും. ഇയാൾ ഇതെന്തൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. അങ്ങനെ ആ മതിൽ പൊളിക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലോട്ട് ടൈറ്റൻസ് കയറൂലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള മനുഷ്യരെ ഉപദ്രവിക്കത്തില്ലേ? അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ തനി നിറം പുറത്തു വരികയാണ്. ഇങ്ങനെ ടൈറ്റൻസ് ഉണ്ടാവാനുള്ള കാരണം ഗവൺമെന്റിന്റെ എക്സ്പെരിമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാരെയും കൊല്ലണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? ബോംബ് വെച്ച് മതിൽ തകർത്ത് ടൈറ്റൻസിനെ അകത്തോട്ട് കയറ്റി വിട്ടാൽ മതി. ഇത് കേൾക്കുന്ന എറനാണെങ്കിൽ നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? അതിന്റെ ഉള്ളിലുള്ള പാവപ്പെട്ട മനുഷ്യർ മരണപ്പെട്ടു പോകില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാളാണെങ്കിൽ എറന് നേരെ തിരിയാണ്. നീ എന്റെ അടുത്ത് സമ്മതിച്ചതല്ലേ നീ എന്റെ കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നീ എന്താ എന്റെ കൂടെ നിൽക്കാത്തെന്ന് ചോദിക്കുമ്പോൾ എറൻ പറയും ഞാൻ ഇതിനല്ല നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞത്, ആ മതിൽ വീണ്ടും നിർമ്മിക്കാനായിട്ടാണ്, അല്ലാതെ നിങ്ങളുടെ തോന്നിവാസത്തിനല്ല എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് എറനെ അടിക്കാനായിട്ട് തുടങ്ങും. എറന് നല്ല രീതിയിൽ ഫൈറ്റ് അറിയാം. പക്ഷെ ഈ ക്യാപ്റ്റന്റെ മുമ്പിൽ
അവന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ക്യാപ്റ്റൻ അവനെ ചവിട്ടി കൂട്ടുകയാണ്. അവന്റെ ദേഹത്ത് നിന്ന് ഒരുപാട് രക്തം പോകുന്നുണ്ട്. ഇത് കാണുന്ന മിക്കാസയാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് അടുത്ത് ചെല്ലുമ്പോൾ ക്യാപ്റ്റൻ അടുത്തോട്ട് വന്നിട്ട് മിക്കാസേനെ എണീപ്പിച്ചിട്ട് അവൾക്ക് ബലമായിട്ട് ഉമ്മ കൊടുക്കുകയാണ്. എന്നാൽ അവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾ തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ മിക്കാസേനെ ഈ ക്യാപ്റ്റൻ ഉപദ്രവിക്കുകയാണ്, അടിച്ച് താഴെ ഇടുകയാണ്. എന്നിട്ട് നീ നന്ദി കിട്ട നായ എന്ന് പറഞ്ഞ് അവൾ അപമാനിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ എറന്റെ കൂട്ടുകാരെ നിൽപ്പുണ്ട്. ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, ഇവര് പ്രതിരോധിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അവരുടെ 2 കൂട്ടുകാരെ നഷ്ടപ്പെട്ടു പോകുന്നു മനസ്സിലായിട്ട് കൂട്ടുകാരനും കൂട്ടുകാരിയും കൂടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി അങ്ങനെ നിൽക്കുകയാണ്. അതല്ല, ഇവരുടെ ഒരു മെഷീൻ ഉണ്ട്, ചെറിയൊരു റിമോട്ട്. അത് ഞെക്കുവാണെങ്കിൽ തൊട്ടടുത്തുള്ള ആ ഒരു ട്രക്കില്ലേ, ആ ട്രക്കിനകത്തുള്ള ബോംബെല്ലാം പൊട്ടും. അങ്ങനെ പൊട്ടുവാണെങ്കിൽ ഈ സോൾജേഴ്സ് എല്ലാവരും മരണപ്പെട്ടു പോകും. അങ്ങനെ ചെയ്യട്ടോ എന്ന് ചോദിക്കും. ആരോട്? നമ്മുടെ ക്യാപ്റ്റനോട്. പക്ഷേ ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു പേടിയും കൂടാതെ നിങ്ങൾ അത് ചെയ്തോ, നിന്റെ ആ റിമോട്ട് വർക്കാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരൻ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്, എന്തായാലും ഇത് പൊട്ടിത്തെറിക്കും, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവുന്നു. എന്തായാലും ഇവരെ പേടിപ്പിച്ചിട്ട് ഇവര് ട്രക്കിൽ വന്ന് കയറുന്നുണ്ട് എല്ലാരും കൂടെ. എന്നാൽ അതിലൊരു ഗുണ്ടപ്പനില്ലേ, അവൻ കയറുന്നില്ല. അവനറിയാം ഇവരുടെ കയ്യിലുള്ള റിമോട്ട് വെറും ഫേക്ക് ആണ്, അത് പൊട്ടിത്തെറിക്കാനായിട്ട് പോകുന്നില്ല. ഇവര് ട്രക്ക് എടുത്തോണ്ട് പോകുന്ന നേരത്തെ ആ സോൾജേഴ്സ് അവരെ ആക്രമിച്ച് എല്ലാരും കൊന്നുകളയുന്നു. അതുകൊണ്ട് തന്നെ ഗുണ്ടപ്പൻ അവന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു റോപ്പ് ഷൂട്ട് ചെയ്യുന്ന സാധനം ഇല്ലേ, അത് വെച്ച് അവിടെ തന്നെ വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിനകത്തോട്ട് ഷൂട്ട് ചെയ്യും. അതിനകത്ത് ഷൂട്ട് ചെയ്തിട്ട് ആ വലിയ ബിൽഡിംഗ് താഴോട്ട് വലിച്ചിടാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ നേരം കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗുണ്ടപ്പൻ വിളിച്ച് പറയാണ് അവരോട്, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, എന്റെ കാര്യം നോക്കണ്ടെന്ന്. കാരണം ഗുണ്ടപ്പൻ അറിയാം ഇവൻ ത്യാഗം ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ആൾക്കാർക്ക് ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഗുണ്ടപ്പൻ ആ ഒരു ബിൽഡിംഗ് വലിച്ചിടുന്നത് കണ്ടിട്ട് പട്ടാളക്കാരാണെങ്കിൽ ഗുണ്ടപ്പന് നേരെ ഷൂട്ട് ചെയ്യും. ഗുണ്ടപ്പൻ വെടികൊണ്ട് താഴെ വീഴുന്ന നേരത്ത് ആ പൊളിഞ്ഞു വീണ പാളികളെല്ലാം കൂടെ ആ ഒരു ട്രക്കിന്റെ മുകളിലോട്ട് വന്ന് വീഴും. അങ്ങനെ വീഴുമ്പോ എന്താ, ബോംബിന് പൊട്ടാനായിട്ട് ഒരു ടെൻഡൻസി കിട്ടുകയാണ്. അത് പൊട്ടാനായിട്ട് തുടങ്ങും. വലിയൊരു ആഘാതം തന്നെ അവിടെ നടക്കുന്നുണ്ട്. അത്രയധികം പട്ടാളക്കാർ അവിടെ മരണപ്പെട്ട് വീഴുകയാണ്. നമ്മുടെ കൂട്ടുകാരനും എറനും മിക്കാസയും അതുപോലെ തന്നെ കൂട്ടുകാരിയും പിന്നെ വെഗിളിയും ഇവരെല്ലാരും കൂടെ ട്രക്ക് എടുത്ത് ആ തീയിനുള്ളിലൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഇവരെങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ഇവർ കുറെ ദൂരം വണ്ടി ഓടിച്ച് പോയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കുകയാണ്. ഇത്രയധികം ആൾക്കാരുടെ മരണം കൺമുമ്പിൽ കണ്ടില്ലേ. ആ ഒരു ഷോക്കിൽ വണ്ടി ഒതുക്കി നിൽക്കുമ്പോൾ അങ്ങോട്ട് ക്യാപ്റ്റൻ വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ വന്നിട്ട് അവരുടെ മുമ്പിൽ തന്നെ നിന്നിട്ട് ഒരു വാൾ എടുക്കുന്നുണ്ട്. ആ വാളെടുത്ത് ഇയാളുടെ ഹൃദയത്തിൽ തന്നെ കുത്തിക്കയറ്റുകയാണ്. അങ്ങനെ കുത്തിക്കയറ്റിയതും ഇയാളുടെ രൂപം എല്ലാം മാറുന്നുണ്ട്. ദേഹത്തു നിന്നെല്ലാം വെളിച്ചം പുറപ്പെടുകയാണ്. അതിനർത്ഥം ഇയാൾ ടൈറ്റൻ ആവാനായിട്ട് പോവാണ്. ടൈറ്റൻ ആവുന്നുണ്ട്. ഇത് കാണുന്ന ഇവരെല്ലാരും കൂടെ പേടിച്ചിട്ട് ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. ഇവര് ട്രക്ക് എടുത്ത് ആ മതിലിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇറനും ഒരു കത്തി എടുത്തിട്ട് അവന്റെ നെഞ്ചത്ത് കുത്തിക്കയറ്റാനായിട്ട് പോവാണ്. അവനും അതുപോലെ ടൈറ്റൻ ആവാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വെഗിളിയും കൂട്ടുകാരനെ സമ്മതിക്കത്തില്ല. നിനക്ക് എന്തെങ്കിലും പറ്റുവോടാ, നീ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, വേണ്ടാന്ന് പറയുമ്പോൾ അവനും അത് തൽക്കാലത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പൊ ടൈറ്റനായ ക്യാപ്റ്റൻ ആണെങ്കിൽ അവരെ വന്ന് ആക്രമിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ തന്നെ വലിയൊരു ദൂരമില്ലേ, അതിലൂടെ കുറച്ചധികം ടൈറ്റൻസ് അകത്തോട്ട് കയറി വരുന്നുണ്ട്. സാധാ ടൈറ്റൻസ്. ആ ടൈറ്റൻസ് വന്ന് ക്യാപ്റ്റനുമായിട്ട് അടികൂടുകയാണ്. ക്യാപ്റ്റൻ അതെന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആണ്, കാരണം ക്യാപ്റ്റൻ ഒരുപാട് പവർഫുൾ ആണ്. ക്യാപ്റ്റൻ ടൈറ്റൻ എല്ലാത്തിനെയും അടിച്ച് നശിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ ടീംസ് വെറുതെ വിടത്തില്ല. ഇവര് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ പരിശ്രമിച്ച് ക്യാപ്റ്റൻ ടൈറ്റനെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് നോക്കും. എന്നാൽ അവരെ കൊണ്ട് നടക്കുന്നില്ല. ഇതിന്റെ ഇടയിൽ വെഗിളിയാണെങ്കിൽ ക്യാപ്റ്റൻ ടൈറ്റനെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ക്യാപ്റ്റൻ ടൈറ്റൻ കൈയെടുത്ത് നമ്മുടെ വെഗിളിനെ അടിക്കാനായിട്ട് പോകും. അങ്ങനെ അടിക്കുവാണെങ്കിൽ എന്തായാലും വെഗിളി ചത്തുപോകും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എറനാണെങ്കിൽ ചാടി വീഴുകയാണ്. അതുപോലെ തന്നെ വെഗിളിനെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ ഈ ടൈറ്റൻ ആണെങ്കിൽ നമ്മുടെ എറനെ അടിച്ച് ഒരു ബിൽഡിങ്ങിലോട്ട് ചേർത്ത് അവനെ തുണ്ടം തുണ്ടാക്കി കളയാണ്. അവന്റെ ശരീരം ചതഞ്ഞരഞ്ഞ് അവൻ മരണപ്പെട്ടു പോവാണ്. എല്ലാവർക്കും ഒരുപാട് സങ്കടമാവുന്നുണ്ട്. എറൻ മരണപ്പെട്ടു പോയില്ലേ. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മുടെ എറനാണെങ്കിൽ ഒരു ടൈറ്റനായിട്ട് ട്രാൻസ്ഫോം ആവുകയാണ്. അതായത് നമ്മുടെ എറൻ മരണപ്പെടുവാണെങ്കിൽ ഒരു ടൈറ്റനായിട്ട് മാറും. അതിനർത്ഥം അവന് മരണമില്ല. അതുപോലെ തന്നെ അവന്റെ ശരീരത്ത് എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവൻ ടൈറ്റൻ ആവുന്ന നേരത്ത് അതെല്ലാം പെട്ടെന്ന് തന്നെ ദേഹത്ത് നിന്നങ്ങ് മാറും. അതിനർത്ഥം അവന്റെ സെല്ല് പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവും. അവന്റെ അച്ഛൻ ചെയ്ത എന്തോ ഒരു എക്സ്പെരിമെന്റ് ആണ്, അതിപ്പോ അവന് നല്ലൊരു കാര്യത്തിനായിട്ട് ഉപകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റനും ഈ ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ കത്തി കുത്തി ഇറക്കിയപ്പോൾ അങ്ങനെ ടൈറ്റനായിട്ട് മാറിയത്. ഇപ്പൊ നമ്മുടെ എറനാണെങ്കിൽ ടൈറ്റനായിട്ട് മാറിയിട്ടില്ലേ. എറൻ വന്നിട്ട് ഈ ഒരു ക്യാപ്റ്റനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ക്യാപ്റ്റനും ചെറിയ പുള്ളിയൊന്നുമല്ല, എറനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ എറനാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് അവസാനം വാള് പോലത്തെ വലിയൊരു സംഭവം കിട്ടുന്നുണ്ട്. അതെടുത്ത് ക്യാപ്റ്റന്റെ തല നോക്കി ഒറ്റ വെട്ടാണ്. പക്ഷെ തലയിൽ കൊള്ളുന്നില്ല, ശരീരം 2 തുണ്ടായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ടൈറ്റൻ അല്ലേ, പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ആവും. എന്നാൽ നമ്മുടെ എറനാണെങ്കിൽ ആ ഒരു ടൈറ്റന് നേരെ ചവിട്ടും, അതായത് ക്യാപ്റ്റന് നേരെ ചവിട്ടും. എല്ലാവരും നമ്മുടെ എറൻ തോറ്റെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും വെഗിളിനെ എങ്ങനെയാണോ ചവിട്ടി തെറിപ്പിച്ചത് അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഇട്ട് ചവിട്ടുന്നത്. ആ ഒരു ചവിട്ടിൽ ക്യാപ്റ്റന്റെ തല തകർന്നു പോവാണ്. തകർന്ന് ദൂരോട്ട് ചെന്ന് വീഴും. ആ ഒരു ടൈറ്റൻ അവിടെ വെച്ച് നശിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. ഇതിനുശേഷം അവരെല്ലാരും കൂടെ ആ ഒരു ട്രക്കിന് ചുറ്റും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ എറനാണെങ്കിൽ ഇപ്പൊ ടൈറ്റന്റെ രൂപത്തിലല്ലേ, അവനാണെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് മിസൈൽ എടുത്തുകൊണ്ട് പോയിട്ട് മതിലിന് മുകളിലോട്ട് വലിഞ്ഞു കയറാനായിട്ട് തുടങ്ങും. അവന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ആൾക്കാരും റോപ്പ് ഷൂട്ട് ചെയ്യുന്ന മെഷീൻ വെച്ച് കൂടെ തന്നെ വലിഞ്ഞു കയറും. അങ്ങനെ ആ മതിലിന്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ
അവിടെ തന്നെ ചെറിയൊരു ദൂരമുണ്ട്. അതിൽ മിസൈൽ അടിച്ച് കയറ്റാണ്. അവിടെ വെച്ച് പൊട്ടിക്കുമ്പോൾ ആ ഒരു മതിൽ തകർന്നിട്ട് താഴോട്ട് വന്ന് വീഴും. അങ്ങനെ തകർന്ന് വീഴുവാണെങ്കിൽ ബാക്കിയുള്ള ടൈറ്റൻസിന് അകത്തോട്ട് കയറാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ മുകളിൽ ചെറിയൊരു ദൂരം കാണും. എന്നാൽ ടൈറ്റൻസിന് അത്രയും പൊക്കമൊന്നുമില്ല അതുവഴി കയറി വരാനായിട്ട്. അതുപോലെ തന്നെ മതിൽ കയറാനുള്ള ബുദ്ധിയൊന്നുമില്ല. നമ്മുടെ എറന് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവന് മതിൽ കയറാനായിട്ട് സാധിച്ചത്. ഇപ്പൊ എറൻ ആ മിസൈൽ വെക്കുന്ന നേരത്ത് അവൻ എന്തോ വയ്യാതെ പോലെ ആവുകയാണ്. അവൻ ടൈറ്റന്റെ ഉള്ളിലല്ലേ. അങ്ങനെ വയ്യാതായിട്ട് അവൻ താഴോട്ട് വീഴാൻ പോകുന്ന നേരത്ത് ആ ഒരു മിസൈലും താഴോട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് എറൻ അവിടെ തൂങ്ങിക്കിടക്കാണ്. എറന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന നേരത്ത് നമ്മുടെ മിക്കാസയാണെങ്കിൽ അവന്റെ പിന്നിലോട്ട് ചാടി കയറിയിട്ട് വലിയൊരു ദൂരം തന്നെ മുതുകത്തുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. അത് നല്ല സ്നേഹത്തില് നമുക്ക് കടല് കാണാൻ പോണ്ടേ, അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അവന് ബോധം വരും. ബോധം വന്ന് അവനാണെങ്കിൽ ആ മിസൈൽ അവിടെ എടുത്ത് വെക്കുന്നുണ്ട്. മിസൈൽ വെച്ചതും അവന്റെ എനർജി എല്ലാം തീർന്നു പോവാണ്. അവിടെ വെച്ച് തന്നെ അവൻ ആകെ ബോധം കെട്ടു പോകുന്നുണ്ട്. ആ ടൈറ്റനും ബോധം കെട്ടു പോവാണ്. പിന്നീട് മിക്കാസ് അവനെ കീറി പുറത്തെടുക്കുന്നുണ്ട്. എറൻ ഒട്ടും വയ്യ, അവൻ അങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ബോസ് ലേഡിയെ കാണിക്കുകയാണെങ്കിൽ നേരത്തെ ബോംബൊക്കെ പൊട്ടിയില്ലേ, ആ ബോംബ് പൊട്ടിയിട്ട് ബോസ് ലേഡി മരണപ്പെട്ടിട്ടില്ല. കാരണം അത്രയും വലിയൊരു വണ്ടിയുടെ അകത്തായിരുന്നു. അത്രയും സേഫ് ആയിട്ടുള്ള വണ്ടിയുടെ അകത്തായത് കൊണ്ട് തന്നെ ബോംബ് പൊട്ടിയിട്ട് അവർക്കൊന്നും പറ്റിയില്ല. ഇപ്പൊ അവര് ജീവനോട് എണീറ്റ് വരികയാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് ആയുധങ്ങളൊക്കെ പറക്കിയെടുക്കുന്നുണ്ട്. അവർക്ക് ഈ ആയുധങ്ങളൊക്കെ കാണുമ്പോൾ ഭ്രാന്താണ്. ഒരുപാട് സന്തോഷപ്പെടുന്നുണ്ട് അത് കാണുമ്പോൾ. ഇതേ നേരം വീണ്ടും നമ്മുടെ ടീംസിനെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ ആ ഒരു മിസൈലിനുള്ളിൽ ഒരു ടൈമർ വെക്കുന്നുണ്ട്. അവൻ അറിയാവുന്നത് പോലെ ഒരു ടൈമർ, അതും 5 മിനിറ്റിൽ പൊട്ടും. ഇതും സെറ്റ് ചെയ്തിട്ട് അവരെല്ലാരും കൂടെ പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് മാർഷൽ വരുന്നത്. നേരത്തെ ടൈറ്റൻ വന്നപ്പോൾ ഇയാൾ മരണപ്പെട്ടെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. എന്നാൽ മരണപ്പെട്ടിട്ടില്ല. ഇയാൾ മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ഇയാൾ അവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അതായത് ഇയാള് നമ്മുടെ എറനെ ചോദിക്കുകയാണ്. എറനെ ഇയാൾക്ക് വിട്ടുകൊടുക്കണം. എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ സമ്മതിക്കത്തില്ല. എറനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല. എറൻ കാരണമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയെന്ന് പറയുമ്പോൾ മാർഷലിന് ദേഷ്യം വരും. മാർഷലാണെങ്കിൽ തോക്കെടുത്ത് കൂട്ടുകാരന് നേരെ ഷൂട്ട് ചെയ്യാണ്. കൂട്ടുകാരന്റെ ദേഹത്ത് അത് കൊള്ളുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടു നിൽക്കാനായിട്ട് കൂട്ടുകാരിക്ക് പറ്റില്ല. കൂട്ടുകാരി അവളുടെയിലുള്ള അമ്പും വില്ലും എടുത്തിട്ട് മാർഷലിന് നേരെ അമ്പയും. ഒരുപാട് അമ്പ് അങ്ങേർക്ക് നേരെ പറഞ്ഞയച്ചിട്ട് അങ്ങേരെ കൊന്നുകളയാണ്. എന്നാൽ ഇങ്ങേര് മരണപ്പെട്ട് താഴെ വീഴുന്ന നേരത്ത് ഇയാള് വലിയൊരു ടൈറ്റനായി മാറുന്നുണ്ട്. നമ്മൾ ഈ സിനിമയുടെ അതായത് ഫസ്റ്റ് പാർട്ടിന്റെ തുടക്കത്തില് ഒരു ടൈറ്റൻ മതില് പൊളിക്കുന്നത് കണ്ടില്ലേ? ആ ടൈറ്റൻ മറ്റാരുമല്ല, ഇങ്ങേരാണ്. ഇങ്ങേർക്ക് ഈ മതിലിനെ കാട്ടിയും വലിപ്പമുണ്ട്. ഇയാളും എക്സ്പെരിമെന്റിലൂടെ ഒരു ടൈറ്റനായിട്ട് മാറിയതാണ്. പക്ഷെ ഇയാൾ മരണപ്പെടുന്ന നേരത്ത് മാത്രമേ ഒരു ടൈറ്റൻ ആവത്തുള്ളൂ. എന്നാൽ നമ്മുടെ ക്യാപ്റ്റനെയോ അല്ലെങ്കിൽ എറനെയോ പോലെ സാധാരണ ഒരു കുഞ്ഞു ടൈറ്റൻ അല്ല, മതിലിനേക്കാൾ ഏറെ വലിപ്പമുള്ള ടൈറ്റനാണ്. ഇത് കണ്ടിട്ട് ഇവരെല്ലാരും കൂടെ ആ ഒരു ടൈറ്റനെ ആക്രമിക്കാനായിട്ട് ചെല്ലും. ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് മിക്കാസയും അതുപോലെ തന്നെ എറനുമാണ്. എറനും മിക്കാസയും കൂടെ ആ ഒരു ടൈറ്റന്റെ മുകളിൽ കയറുന്നുണ്ട്. അതുപോലെ തന്നെ എറൻ ആ ഒരു ടൈറ്റന്റെ മുകളിലെല്ലാം കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. ഈ ടൈറ്റൻ എന്ന് പറഞ്ഞാൽ മാർഷലാണ്, മറന്നുപോലെ. അതുപോലെ തന്നെ കൂട്ടുകാരനും കൂട്ടുകാരിയും അതുപോലെ തന്നെ വെഗിളിയും ഇവരെല്ലാരും കൂടെ താഴെ വന്നിരിക്കുന്നുണ്ട്. കാരണം ബോംബ് പൊട്ടാനായിട്ട് സമയമായി. ബോംബ് എപ്പോൾ പൊട്ടുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. കുറെ നേരം കഴിഞ്ഞിട്ടും ആ ബോംബ് പൊട്ടുന്നില്ല. ടൈമർ കഴിഞ്ഞിട്ട് ബോംബ് പൊട്ടുന്നില്ല. ഇവർക്ക് മനസ്സിലായി ആ ബോംബ് പൊട്ടാനായിട്ട് പോകുന്നില്ല എന്ന്. ഇവരെല്ലാരും പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും മിക്കാസ് ആ ബോംബിന് നേരെ ചാടി ഇറങ്ങുന്നത്. ആ ബോംബ് പൊട്ടിക്കാനായിട്ട് നോക്കുമ്പോൾ അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് അറിയത്തില്ല. അന്നേരമായിരിക്കും നമ്മുടെ ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. നേരത്തെ ഒരു ടൈറ്റൻ ആയില്ലേ, ആ ക്യാപ്റ്റൻ തന്നെ. അയാൾ വന്നിട്ട് മിക്കാസയോട് സംസാരിക്കും. ഞാൻ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇതൊക്കെ കൊണ്ടാണ്. ഈ ഗവൺമെന്റ് ആണ് ഇതിനെല്ലാം കാരണം. മാർഷലാണ് ഇതിന്റെ എല്ലാത്തിന്റെ പിന്നില്. ഇയാളാണ് നമ്മുടെ മനുഷ്യരാശിക്ക് വംശനാശം കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ മിസൈൽ വന്നിട്ട് എന്തോ ചെയ്യാണ്. ഇതേ നേരം നമ്മുടെ എറനാണെങ്കിൽ മാർഷലിന്റെ മുതുകത്ത് കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. ആ ഒരു ടൈറ്റന്റെ മുതുകത്തില്. എന്നിട്ട് മാർഷലിനെ കുത്തി കൊല്ലാനായിട്ട് പോകുമ്പോൾ മാർഷലിന് കാര്യം മനസ്സിലായി. നമ്മുടെ എറനെ തൂക്കി അങ്ങനെ എടുക്കുകയാണ്. എറനെ കൊല്ലാനായിട്ട് പോവാണ്. അന്നേരം ആയിരിക്കും നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ടൈറ്റൻ ആയിട്ട് ആ മിസൈലും കൊണ്ട് മാർഷൽ ആയിട്ടുള്ള ടൈറ്റന്റെ അടുത്തോട്ട് ചാടിത്തുള്ളി വരുന്നത്. അത് ആ മതിലിൽ കൂടെ ചാടി ചാടി കയറി വരുന്നത്. മാർഷൽ ആയിട്ടുള്ള ടൈറ്റൻ ഒരുപാട് വലിപ്പം കൂടിയതാണ്. എന്നാൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള ടൈറ്റൻ ചെറിയ വലിപ്പമാണ്. ഇപ്പൊ ക്യാപ്റ്റൻ ആയിട്ടുള്ള ടൈറ്റൻ ആണെങ്കിൽ ചാടി കയറി വന്ന് ആ മിസൈൽ കൊണ്ടുവന്നിട്ട് മാർഷലിന്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അവിടെ വെച്ച് തന്നെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. ആ ഒരു പൊട്ടിത്തെറിയിൽ 2 ടൈറ്റൻസും നശിച്ചിട്ട് താഴോട്ട് വീഴുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എറനാണെങ്കിൽ ഈ ഒരു ആഘാതം കാരണം താഴോട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ മിക്കാസ വെറുതെ വിടത്തില്ല. മിക്കാസ അവളെ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ഇറനെ രക്ഷിക്കുകയാണ്. രണ്ടുപേരും കൂടെ വള്ളിയിൽ അങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. അവരുടെ കയ്യിലുള്ള ആ ഒരു റോപ്പില്ലേ, അതിലങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ഇപ്പൊ ആ ഒരു ബോംബ് പൊട്ടിയില്ലേ, ആ ബോംബ് ഒറ്റ പ്രാവശ്യമൊന്നും അല്ല പൊട്ടുന്നത്. 2 ടൈറ്റൻസിന്റെ ദേഹത്തു നിന്നും ഒരുപാടധികം ചൂട് പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചൂട് കാരണം വീണ്ടും വീണ്ടും പൊട്ടിയിട്ട് ആ ഒരു മതില് പൊളിഞ്ഞ് വലിയൊരു ദോരയില്ലേ, അതങ്ങ് അടഞ്ഞു പോവാണ്. ഇനി ടൈറ്റൻസിന് പുറത്തുനിന്ന് അകത്തോട്ട് കയറാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ക്യാപ്റ്റനും മാർഷലും അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒരു ടൈറ്റന്റെ ഉള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ടൈറ്റൻ ആവാനായിട്ട് പറ്റത്തില്ല. ടൈറ്റൻ ആയാൽ കുറച്ചു നേരം റെസ്റ്റ് ഉണ്ട്. ആ ഒരു റെസ്റ്റ് കിട്ടാതെ ഇവർക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റുവാണെങ്കിൽ അവർ മരണപ്പെട്ടു. അതുപോലെ തന്നെ അവർ രണ്ടുപേരും മരണപ്പെട്ട് കാണണം, ഇല്ലെങ്കിൽ ജീവനോടെ കാണണം. അതിനിപ്പോ അടുത്ത പാർട്ട് ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റൂ. നമുക്കുണ്ടെങ്കിൽ അറിയാം, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്തായാലും ആ മതിൽ ഇടിഞ്ഞു വീഴുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എറനും മിക്കാസയും കൂടെ ആ മതിലിന്റെ
മലന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നുണ്ട്. അവിടെ വന്ന് നിന്നിട്ട് ദൂരോട്ട് നോക്കുമ്പോൾ ഇവർക്ക് കടൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ്? കടൽ കാണാനായിട്ടാണ്. കടൽ മാത്രമല്ല, ഇവർക്ക് തൊട്ടരികിൽ തന്നെ നശിച്ചു കിടക്കുന്ന സിറ്റി കാണാം. പണ്ട് മനുഷ്യര് താമസിച്ച ആ ഒരു സിറ്റിയിലെ അത് നശിച്ചു കിടക്കുന്നത് കാണാം. അതേപോലെ തന്നെ താഴെ നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരനും കൂട്ടുകാരിയും പിന്നെ വെകിളിക്കും അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അവരെല്ലാം താഴെ സേഫ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇപ്പം നമ്മുടെ മിക്കാസയും അതുപോലെ തന്നെ എറനും ഒന്നിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഈ മൂവി 2 പാർട്ട് ഉണ്ടായിരുന്നു, അത് 2 ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.